മകൻ്റെ ഒരു വാശിയാണ് ഇതിൽ പറയണത്. മകൻ ഭയങ്കര വാശിയാണ്, പറഞ്ഞതൊന്നും അനുസരിക്കാറില്ല. വായിൽ വേണ്ടാത്ത വാക്കുകൾ തന്നെയാണ് നോർമലി സംസാരിക്കുമ്പോൾ. പഠിക്കാൻ തീരെ ഇഷ്ടമില്ല, കളിക്കാനും എല്ലാത്തിനും അവൻ മടിയാണ്. ചെറിയ അനിയത്തിയെ അവൻ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ കയ്യിൽ ചില പൈസകളൊക്കെ കാണുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മറ്റു കുട്ടികളോടൊപ്പം പോയി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മോശമായി കളിക്കുന്നത് നേരിൽ കണ്ടതാണ്. ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അനുസരിക്കുന്ന അവസ്ഥയല്ല. പിന്നെ ഒരു കള്ളക്കളി പോലെ നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തോന്നുന്നു. നമ്മളെ ശബ്ദം കേൾക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ അവൻ്റെ കള്ളത്തരത്തെക്കുറിച്ച് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്താണ് കള്ളത്തരം എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും പേടിയുമാണ്. മദ്രസയിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ മടിയാണ്. ഒക്കെ ഭാരമായിട്ടാണ് കാണുന്നത്. എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ട്, അതൊക്കെ അവന് വേണം. അങ്ങനെ തുടങ്ങി അവൻ്റെ കുറേ പ്രശ്നങ്ങൾ ദീർഘമായി ഇതിൽ പറയുന്നുണ്ട്. പല്ല് തേക്കാനും കുളിക്കാനും വരെ മടിയാണ്. അവൻ്റെ വാശിയാണ് പ്രശ്നം. ഭയങ്കര മൊബൈലിൻ്റെ അഡിക്റ്റാണ്. അവൻ ഓരോ സമയത്തും ടോട്ടലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മകൻ്റേതായി പറയുന്നുണ്ട്. നമുക്കിതിനെ രണ്ട് രൂപത്തിൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണ ഇന്നത്തെ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നമുക്ക് ഈ കുട്ടി ഒരു അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു നോർമൽ കുട്ടിയിൽ വരുന്ന സ്വഭാവ പെരുമാറ്റ ദൂഷ്യങ്ങൾ എന്ന നിലക്ക് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. എന്നാൽ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഒന്നൊരു അബ്നോർമൽ ആണ് എന്ന നിലക്കും ഒരു പക്ഷെ എന്താ പറ്റും, അത് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കുട്ടീനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു നോർമലായൊരു കുട്ടിയിൽ വരുന്ന സ്വഭാവ ദൂഷ്യങ്ങളും പെരുമാറ്റ തകരാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവന് ചില ശിക്ഷണങ്ങൾ നൽകി ചില ഉപദേശങ്ങൾ നൽകി നമുക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഇതൊരു അബ്നോർമലായ കാര്യമാണെങ്കിൽ വളരെ ഈസിയാണ്. അതിനുള്ള ചികിത്സകളും കാര്യങ്ങളും കൊടുത്താൽ രോഗമാണെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് കണ്ടെത്തൽ വളരെ അനിവാര്യമാണ്. കാരണം ഒരു കുട്ടി എന്താണ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവനെ സ്വതന്ത്രമായി വിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നല്ലൊരു കൗൺസിലറെ കാണിച്ച് ഇത് ഒരു കുട്ടിക്ക് വന്ന സ്വഭാവ തകരാറുകളാണോ അതോ അബ്നോർമലായി വന്ന വല്ല മാനസിക പ്രശ്നങ്ങളാണോ എന്ന് പരിശോധിച്ചിട്ട് ഏതാണെന്ന് നിർണയിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ യഥാർത്ഥ പ്രതിവിധികൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പാരൻസിനെയും കൂടി നമ്മൾ ഇതിലൊരു പറയണം. പാരൻസിൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒരു കുട്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വഭാവ തകരാറ് ഒഴിവാക്കാം. അത് പാരൻസിൻ്റെ സ്വഭാവവും സമീപനങ്ങളും മാറ്റിയാൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഈ കുട്ടീൻ്റെ പ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതും നമുക്ക് ഉണ്ടോ? പ്രായം 8 വയസ്സാണ്. 8 വയസ്സാണോ? 8 വയസ്സാണ്. 8 വയസ്സാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനെ വളരെ ഒന്ന് ശരിക്കും നിരീക്ഷിച്ച് നമുക്ക് ഈ ഒരു നിർണയം നടത്തിയാൽ ഇപ്പം മാറ്റാൻ പറ്റും. കാരണം നമ്മളിതൊരു മുതിർന്നൊരു +1 +2 പ്രായത്തിൽ കൗമാര പ്രായത്തിൽ എത്തിയിട്ട് കൂട്ടുകെട്ടുകളൊക്കെ കൊണ്ടുണ്ടായ സംഗതികളാണെങ്കിൽ അവിടെ പലതിനും നമ്മൾ സംശയിക്കണം. എന്തൊക്കെയാണ് നമുക്കവിടെ സംഗതി. ഇത് ഇങ്ങനത്തെ ഈ പ്രായത്തിലൊരു കുട്ടിയാകുമ്പോൾ എന്താണ്, അത് സ്വാഭാവികമായും പാരൻസുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാനാണ് സാധ്യത. എന്തായിരുന്നാലും വിദഗ്ധനായിട്ടുള്ള ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അത് നിർണയിച്ച് നല്ല രൂപത്തിൽ ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.